ഹായ് ഡിയർ നഴ്സസ്. അപ്പോൾ OET ഒക്കെ കഴിഞ്ഞിരിക്കുന്ന എല്ലാ നഴ്സസിൻ്റെയും ഒരു കടമ്പയെന്ന് പറയുന്നത് UK ആണെങ്കിൽ അവർ CBT എക്സാമിനെ കുറിച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ചിന്തിക്കുന്നത്. അപ്പോൾ CBT നമുക്ക് സ്വന്തമായിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് CBT എക്സാം, അതിലെന്തൊക്കെയാണുള്ളത്, അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണണം. ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഓക്കെ, ശരി. അപ്പോൾ CBT എന്ന് പറയുന്നത് നമുക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് 2 പാർട്ടായിട്ടാണ് നമുക്ക് CBT എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ പാർട്ട് A എന്ന് പറയുന്നത് ന്യൂമറസി ആണ്. ഓക്കെ, ന്യൂമറസി പാർട്ടാണ്. ന്യൂമറസി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് സിമ്പിളായിട്ടുള്ള ഡ്രഗ് കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഡ്രഗ് കാൽക്കുലേഷൻ എന്ന് കേട്ടിട്ട് നമ്മൾ ഒത്തിരി ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പാർട്ട് A ന്യൂമറസിൻ്റെ അകത്ത് നമുക്കൊരു 15 ക്വസ്റ്റ്യനായിട്ടാണ് വരുന്നത്. 15 ക്വസ്റ്റ്യന് 14 ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് പാസ് മാർക്കായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് അരമണിക്കൂർ ടൈമാണ് ഉള്ളത്. പിന്നെ ന്യൂമറസി ആയതുകൊണ്ട് തന്നെ ഡ്രഗ് കാൽക്കുലേഷൻ ഉള്ളതുകൊണ്ട് കാൽക്കുലേറ്റർ വേണോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റർ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ അകത്ത് തന്നെ ആ ഒരു കാൽക്കുലേറ്റർ നമുക്ക് വിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ന്യൂമറസി ആണ്, 15 ക്വസ്റ്റ്യനാണ് വരുന്നത് എന്ന് പറഞ്ഞു. 30 മിനിറ്റ് ടൈം. ഈ 15 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് 15 ക്വസ്റ്റ്യൻ ഒരു 6 വിധത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നിന്നാണ് വരത്തുള്ളൂ. ഓക്കെ, മെയിനായിട്ട് നമുക്ക് ന്യൂമറസിയിൽ 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ 15 ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ആകെ 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ 6 ടൈപ്പ് ഏതൊക്കെയെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ന്യൂമറസി പാർട്ട് A ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് വരുന്നത് പാർട്ട് B ആണ്. പാർട്ട് Bൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ക്ലിനിക്കലാണ്. ഓക്കെ, ക്ലിനിക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ തിയറി ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അവിടെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ഏറ്റവും ആക്യുറേറ്റഡ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. അതാണ് നമ്മൾ പാർട്ട് Bൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് Bൻ്റെ അകത്ത് നമുക്ക് 2.5 hours ആണ് ടൈം ഉള്ളത്. ഏകദേശം 100 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പാർട്ട് Bൻ്റെ അകത്ത് നമുക്ക് ഏകദേശം 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് ഏകദേശം 2.5 hours ടൈം ഉണ്ടായിരിക്കും. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പാസ് മാർക്ക് ഒരു 100-ന് 50 എബോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ് മാർക്കായിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ക്ലിനിക്കൽ നോളജും പ്രാക്ടിക്കൽ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് 5 ഡൊമെയിൻ പഠിക്കാനുണ്ട്. അതായത് 5 ഡൊമെയിൻസ് വരുന്നുണ്ട്. ക്ലിനിക്കലിൻ്റെ അകത്ത് നമുക്ക് 5 ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചാപ്റ്ററൊക്കെ പഠിക്കാറില്ലേ, സ്കൂളിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കോളേജിലായിരിക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്റർ വൈസ് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ഡൊമെയിൻ്റെ അകത്തും ചാപ്റ്റർ പോലെ തന്നെയാണ് ഓരോരോ ഡിഫറെൻറ്റ് ഹെഡിങ്സിൻ്റെ അണ്ടറിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അങ്ങനെ 5 ചാപ്റ്റർ എന്ന് വിചാരിച്ചോ. ഓക്കെ, ആ ചാപ്റ്ററിനെ നമ്മളിവിടെ ഡൊമെയിനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5 ഡൊമെയിനാണ്, അതായത് 5 ഡൊമെയിനാണ് നമുക്ക് ക്ലിനിക്കലിൻ്റെ അകത്ത് വരുന്നത്. ആ ക്ലിനിക്കലിൻ്റെ അകത്ത് വരുന്ന 5 ഡൊമെയിനും പഠിച്ചു. നമ്മളത് നമ്മുടെ റിയൽ ലൈഫ് സിനാരിയോ ആയിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ എക്സാമിന് ആൻസർ ചെയ്യേണ്ടുന്നത്. അതായത് നമുക്ക് ഈസി ആയിരിക്കും. 5 ഡൊമെയിൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓക്കെ, ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിന് റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ആക്ഷൻ എടുക്കും എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ CBT എക്സാമിൽ വരുന്നത്. അപ്പോൾ CBT എക്സാമിൽ നമുക്ക് A പാർട്ടിന്
ന്യൂമറസി എന്ന് പറഞ്ഞു 15-ന് 14 മാർക്ക് എടുത്താലേ പാസ് മാർക്ക് ആവത്തുള്ളൂ. അതുപോലെ പാർട്ട് ബി ക്ലിനിക്കലാണ്, തിയറി ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 100-ന് 50 എബോവ് എടുത്താലാണ് നമുക്ക് പാസ് മാർക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പാർട്ട് എക്ക് ഫെയിലായെങ്കിൽ പക്ഷെ നമ്മൾ പാർട്ട് ബിയിൽ പാസ്സും ആയി എങ്കിൽ നെക്സ്റ്റ് നമ്മൾ എഴുതുമ്പോൾ പാർട്ട് എ മാത്രമായിട്ട് എഴുതിയാൽ മതിയാവും. ഓക്കെ, മനസ്സിലായോ? ഏതാണോ ഫെയിൽ, ഏത് പാർട്ടാണോ നമ്മൾ ഫെയിലായിട്ടുള്ളത് ആ പാർട്ട് മാത്രമായിട്ട് നമുക്ക് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇത്രയാണ് CBTയിൽ വരുന്നത്. CBT ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതിൻ്റെ അകത്ത് പാർട്ട് എ ഉണ്ട്. പാർട്ട് എൻ്റെ അകത്ത് നമുക്ക് ന്യൂമറസി അതായത് ഡ്രഗ് കാൽക്കുലേഷൻ ആണ് വരുന്നത്. 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാസ് മാർക്ക് 14 ആണ്. നമുക്ക് ഡ്യൂറേഷൻ വരുന്നത് 30 മിനിറ്റ്സ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ അകത്ത് നമുക്ക് കാൽക്കുലേറ്റർ വിസിബിൾ ആയിരിക്കും. ഇനി പാർട്ട് ബീൻ്റെ അകത്ത് ക്ലിനിക്കലാണ്. അതിൻ്റെ അകത്ത് തിയറി ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിൻ്റെ അകത്ത് 5 ഡൊമെയിൻസ് നമ്മൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് ഇതിൻ്റെ അകത്തുള്ള കണ്ടൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100-ന് 50 എബോവ് ആയിട്ടുള്ള പാസ് മാർക്ക് എടുക്കാനായിട്ട് പറ്റും. അതിന് നമുക്ക് ഡ്യൂറേഷൻ വരുന്നത് 2.5 hours ആണ്. ഓക്കെ, അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു ഓവർവ്യൂ CBTനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഓരോ പാർട്ടായിട്ട് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ.